ഹാവി നവാറോ മാൻ, ഈ ചെറുക്കൻ ഒരു മുത്തേ എന്നേ എനിക്ക് പറയാനായിട്ടുള്ളൂ. എന്തായാലും ലവനെക്കുറിച്ച് നമ്മൾ റിയൽ മാൻഡ്രിഡ് ഹെയ്റ്റർ പോഡ്കാസ്റ്റ് എന്നാണുള്ള ഒരു വെപ്പ്. എന്തായാലും ഞാനെങ്കിലും അവനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് ചരിത്രവും അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്ത് സംസാരിക്കാനായിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഐക്കർ കസിയാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോൾ കീപ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഇവനായിരിക്കും ഈ പറയുന്ന പോലെ തന്നെ റിയൽ മാൻഡ്രിഡിൻ്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ലെജൻഡായി മാറാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ എല്ലാ സൂചനകളും ഇപ്പോൾ അവൻ തരുന്നുണ്ട് എന്നുള്ളതാണ്. കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ഉണ്ടല്ലോ, റിയൽ മാൻഡ്രിഡ് ഹെയ്റ്റിംഗ് ഉള്ളൊരു പോഡ്കാസ്റ്റ്, അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഹാവി ജെ ആണ്, പക്ഷെ ഹാവി എന്നാണ് പറയുക കേട്ടോ. ചെറുക്കൻ ഈ പറയുന്ന പോലെ തന്നെ യൂത്ത് അക്കാഡമിയിൽ നിന്നും മറ്റു കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിലും പുള്ളിയുടെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ ഒരു ബാഴ്സ ആരാധകനായിട്ട് പോലും എൻ്റെ മനസ്സിലേക്ക് ഓടിപ്പോയൊരു കാര്യം എന്ന് പറയുന്നത്, ഐക്കർ കസിയാസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടും എല്ലാ രീതിയിലും തിബോ കൂട്ടുക ആ ഒരു സ്പേസ് നികത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു റീപ്ലേസ്മെൻറ്റോ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്, ആ സ്പേസ് നികത്തുന്നുണ്ട്. പക്ഷേ റിയൽ മാൻഡ്രിഡിന് ഒരു സ്പാനിഷ് കോർ താരം എപ്പോഴും വേണ്ടതാണ്. അതങ്ങനെയാണെന്ന്, കാരണം നമ്മുടെ നാട്ടിലൊരു പ്ലെയർ വേണ്ടേ, ആ ക്ലബിൻ്റെ നാട്ടിൽ നിന്നൊരു പ്ലെയർ അങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐക്കർ കസിയാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾ കീപ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഇത്രയും ഇമ്പാക്റ്റ്ഫുൾ ഉള്ള ഒരു അക്കാഡമി പ്ലെയർ ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ റിയലിൻ്റെ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ അറ്റാക്കേഴ്സിനും മിഡ്ഫീൽഡേഴ്സിനും ഒക്കെ കുറച്ചും കൂടെ പ്രിഫറൻസ് കൊടുക്കാറുണ്ട്. പക്ഷേ ഒരു ഗോൾ കീപ്പറിന് അങ്ങനെ അല്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ മാൻഡ്രിഡിൽ ഒരു ഗോൾ കീപ്പർ ഒരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ മിസ്റ്റേക്കായിട്ട് കൺസിഡർ ചെയ്യുകയും ഒരു അറ്റാക്കറിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 മിസ്റ്റേക്കൊക്കെ കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കുറച്ചായിട്ട് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അക്കാഡമിയിൽ നിന്നുമുള്ള ഗോൾ കീപ്പേഴ്സിനെ എപ്പോഴും ഒന്നില്ലെങ്കിൽ മറ്റ് ക്ലബ്ബുകളിലേക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി അവിടെ നിന്ന് പ്രൂവ് ചെയ്താൽ അതിനെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള വന്നുള്ള കഥകളൊന്നും ഇല്ലെങ്കിലും ഈ ചെറുക്കൻ ഒരു PR സ്റ്റണ്ടിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ സംഭവം വെച്ചിട്ടൊന്നുമല്ല. പുള്ളിയുടെ ടാലൻറ്റും ഈ പറയുന്ന പോലെ തന്നെ ആ ടൂർണമെൻറ്റിൽ പെനാൽറ്റി സ്റ്റോപ്പുകൾ, നിങ്ങൾ എപ്പോഴെങ്കിലും ആ മാച്ച് ഒന്ന് എടുത്ത് നോക്കണം. അവൻ്റെ കഴിവ് എന്താണെന്ന് അറിയാനായിട്ട്. അവൻ വലിയ വായ്ത്താളം അടിക്കുന്ന ആളല്ല, ഈ പറയുന്ന പോലെ സംഭവങ്ങൾ വെച്ചൊന്നുമല്ല. അവൻ്റെ കളി കൊണ്ട് തന്നെയാണ് അവൻ ഫുട്ബോളിംഗ് ലോകം കീഴടക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഐ എം നോട്ട് സെയിങ് ഐക്കർ കസിയാസിനൊരു റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഐക്കർ കസിയാസ് കഴിഞ്ഞാൽ ടിബോ കൂട്ടോ ഉണ്ട്, അതൊരിക്കലും നമ്മൾ മാറ്റിവെക്കാൻ പറ്റില്ല. പക്ഷേ ഹാവി is going to be a big name in Real Madrid. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് കറൂ.